ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. നന്ദനെ കാണാതെ വരുമ്പോൾ അവന്തിക സംശയിക്കില്ലേ എന്ന് സന്ധ്യ ചോദിക്കുമ്പോൾ അതിന് ഞാനുണ്ടെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ, അവൾക്കതൊന്നും ഒരു പ്രശ്നമേ അല്ല. സന്ധ്യയ്ക്കും അർച്ചനയ്ക്കും ഇപ്പോഴും സംശയമല്ലേ, ഞാനെന്താ അവന്തികയോട് ക്ഷമിച്ചിട്ടാണോ അവന്തിക അവിടെ ഇപ്പോൾ നിർത്തിയിരിക്കുന്നതെന്ന്. ഞാൻ പലപ്പോഴായി എന്നോട് ചോദിക്കുന്ന ചോദ്യം തന്നെയാ അത്. എന്താണെങ്കിലും എനിക്കൊരു കാര്യം ഉറപ്പാ, ഞാനും അവന്തികയുമായി ഇനിയൊരിക്കലും ഒരു ഭാര്യാഭർത്തൃബന്ധം ഉണ്ടാകില്ല. ഞാൻ പറഞ്ഞാൽ എത്രത്തോളം സന്ധ്യയ്ക്ക് മനസ്സിലാകും എന്നെനിക്കറിയില്ല. അവന്തികയെക്കാളും വലുതായി ഇപ്പൊ ഞാൻ പരിഗണിക്കുന്നത് സന്ധ്യയെ മാത്രമാണ്. ഒരാണിന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് രണ്ട് സ്ത്രീകളാണ്. ഒന്ന് അവന്റെ അമ്മ, പിന്നെ അവന്റെ ഭാര്യ. എന്റെ അമ്മ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ ഒരു അടുപ്പവും വിശ്വാസവും ഒക്കെ തോന്നിയിട്ടുള്ളത് സന്ധ്യയോട് മാത്രമാണ്. ഇത് കേൾക്കുന്ന സന്ധ്യ സന്തോഷത്തോടെ നന്ദനെ നോക്കുമ്പോൾ നന്ദൻ പറയുകയാണ്, ഇഷ്ടപ്പെട്ടയാളെ കൈപിടിച്ച് താലി കെട്ടി വീട്ടിലേക്ക് കയറ്റുമ്പോൾ എന്താണെങ്കിലും അവിടെ ഒരു നിഴൽ പോലുമായിട്ട് അവന്തിക ഉണ്ടാകില്ല. ആ ഒരു ഉറപ്പ് ഞാൻ എന്താണെങ്കിലും സന്ധ്യയ്ക്ക് തരാം. നഷ്ടപ്പെട്ടതിന് പകരമാകുമോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും ആ കുറവ് നികത്താൻ ഞാൻ പരമാവധി ശ്രമിക്കുമെന്നും നന്ദൻ പറയുമ്പോൾ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് സന്ധ്യ. ഞാൻ പോയി ആഹാരം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് നന്ദൻ പുറത്തേക്ക് പോകുന്നു. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സന്ദീപിന്റെയും ആതിരയുടെയും കുഞ്ഞിന് പേരാലോചിക്കുകയാണ് അർച്ചന. എടോ, താൻ ഇങ്ങനെ ആലോചിച്ച് തല പുണ്ണാക്കേണ്ട ഒരു കാര്യവുമില്ല. അവരൊക്കെ കണ്ടുവെച്ച് കാണുമെന്ന് സച്ചി പറയുമ്പോൾ അവര് കണ്ടുവച്ചാൽ എന്താ, ഞാനും ഒരെണ്ണം ആലോചിക്കട്ടെ എന്ന് അർച്ചന പറയുന്നു. ഞാനേ അവരുടെ കുഞ്ഞിനിടാൻ നല്ലൊരു പേര് തന്നെ കണ്ടെത്തുമെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ്, അവസാനം നമ്മുടെ കുഞ്ഞിനിടാൻ പേര് കാണാതെ വരുമോ? അതൊക്കെ ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് മറ്റൊരു നല്ല പേരായിരിക്കുമെന്ന് അർച്ചന പറയുമ്പോൾ പേര് മാത്രം കണ്ടുപിടിച്ച് വെച്ചാൽ പോരെന്നും ട്രീറ്റ്മെന്റിന്റെ കാര്യം എന്താ താൻ മറന്നുപോയോ എന്നും സച്ചി ചോദിക്കുമ്പോൾ സന്ധ്യ ഡോക്ടർ ഒന്ന് റിക്കവറായി വരട്ടെ, എന്നിട്ട് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് അർച്ചന പറയുന്നു. പക്ഷേ സച്ചിയേട്ടാ, 90% സാധ്യത മാത്രമല്ലേ സന്ധ്യ ഡോക്ടർ പറഞ്ഞത്. ബാക്കിയുള്ള 10%ത്തിന്റെ കാര്യത്തില് എനിക്കിപ്പോഴും പേടിയുണ്ട്. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, എടോ താൻ വിഷമിക്കാതെ. ആദ്യമൊക്കെ ആ ടെൻഷൻ എനിക്കുമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ഞാനെല്ലാം പോസിറ്റീവായിട്ടാ ചിന്തിക്കുന്നത്. താനും അങ്ങനെ തന്നെ ചിന്തിക്കാൻ പറഞ്ഞുകൊണ്ട് സച്ചി പുറത്തേക്ക് പോകുന്നു. തുടർന്ന് സന്ധ്യ ഡോക്ടറും രണ്ടാമത് കാണാൻ പോയ ഡോക്ടറും പറഞ്ഞ കാര്യമെല്ലാം ഓർത്ത് വിഷമത്തോടെ നിൽക്കുകയാണ് സച്ചി. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ധ്യ ഡോക്ടറെ കാണാൻ ചെന്നിരിക്കുന്ന അർച്ചനയും സച്ചിയുമാണ്. എന്നാലും ഡോക്ടറെ ആരാ കിഡ്നാപ്പ് ചെയ്തതെന്ന് സച്ചി ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല സച്ചി, അതല്ലേ ഞാൻ പോലീസിൽ പരാതി കൊടുക്കാഞ്ഞത്. അതേസമയം സച്ചിക്കൊരു ഫോൺ കോൾ വന്ന് സച്ചി പുറത്തേക്ക് പോകുമ്പോൾ സന്ധ്യ പറയുകയാണ്, അർച്ചനെ എനിക്കറിയാം എന്നെ ആരാ തട്ടിക്കൊണ്ടു പോയതെന്ന്. ധനുഷിന്റെയും സ്നേഹയുടെയും വിവാഹ സമയത്ത് അർച്ചനയെ തനിച്ചാക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ഇതൊക്കെ നമ്മൾ തന്നെ കൂട്ടി യോജിപ്പിക്കുന്നതല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ സന്ധ്യ പറയുകയാണ്, ആ ഗുണ്ടകളിൽ ഒരാള് ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവരാരോടാ സംസാരിച്ചതെന്നുള്ള പേര് പറഞ്ഞാൽ അർച്ചനയ്ക്ക് ചിലപ്പോ ആളെ മനസ്സിലാകും. ഷാഹിർ മുഹമ്മദ്. ഇത് കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ നിൽക്കുകയാണ്. ഇക്കയുടെ പേര് പറഞ്ഞ് വിളിച്ചാൽ ഞാൻ എവിടേക്കാണെങ്കിലും ചെല്ലുമെന്ന് അവർക്കറിയായിരുന്നേ. അതുകൊണ്ട് തന്നെയാ അവര് ആ ഒരു ഉദ്ദേശം വെച്ച് എന്നെ കിഡ്നാപ്പ് ചെയ്തത്. തുടർന്ന് ആ ഗുണ്ടകൾ സംസാരിച്ച കാര്യമെല്ലാം അർച്ചനയോട് പറയുകയാണ് സന്ധ്യ. ഇപ്പോൾ അർച്ചനയുടെ സംശയം അറിയില്ലേ എന്ന് സന്ധ്യ ചോദിക്കുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്തവണയും അവന്തികയ്ക്ക് മാപ്പ് കൊടുത്തല്ലേ എന്ന് സന്ധ്യ ചോദിക്കുന്നു. നെല്ലിശ്ശേരി തകരാതിരിക്കാൻ വേണ്ടിയാ ഡോക്ടറെ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്താണെങ്കിലും പോകുന്നിടം വരെ പോകട്ടെ. നിവൃത്തിയില്ലാതെ വരുമ്പോൾ ആലോചിക്കാം എന്ത് ചെയ്യണമെന്ന്. തുടർന്ന് സച്ചി റൂമിലേക്ക് വരികയാണ്. എടോ, ഇനിയും ഇവിടെ നിന്നാലേ ആതിരയുടെ അടുത്ത് താൻ താമസിക്കും. ഇത് കേൾക്കുന്ന സന്ധ്യ പറയുകയാണ്, അവളുടെ ആദ്യ പ്രസവമായതുകൊണ്ട് അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടാകും. നിങ്ങൾ അങ്ങോട്ടേക്ക് ചെല്ലാൻ നോക്ക്. അങ്ങനെ സച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സന്ധ്യ പറയുകയാണ്, അർച്ചനെ നന്ദനെ ഇങ്ങോട്ടേക്ക് വിട്ടതിന് വളരെയധികം താങ്ക്സ് ഉണ്ട്. ഇത് കേൾക്കുന്ന അർച്ചന ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് സേതുമാധവനെയാണ്. സേതുമാധവൻ ആതിരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. മോളെ കാണാൻ വരണമെന്ന് പലവട്ടം കരുതിയതാ, പക്ഷേ മോൾക്കറിയാലോ അവിടുത്തെ കാര്യങ്ങളെല്ലാം. അതേസമയം സന്ദീപും മാഷും കൂടി മുറിയിലേക്ക് വരികയാണ്. പലവട്ടം ഇവരെല്ലാവരും പറഞ്ഞതാ വിവാഹം നിർത്തിവെക്കാൻ. പക്ഷെ അന്നൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഞാനും നന്ദനും തുനിഞ്ഞിറങ്ങിയില്ല എന്ന് തന്നെ വേണം പറയാൻ. അവസാനം ഞങ്ങളുടെ അനുസരണക്കേടിന് ഫലവും ഞങ്ങൾക്ക് തന്നെ കിട്ടി. ഇപ്പോൾ അതെല്ലാം കൂടി അനുഭവിക്കുന്നത് ഞാനും നന്ദനും സ്നേഹയുമാണ്. അതേസമയം ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് സന്ദീപ്. അങ്ങനൊന്നും പറയില്ലേ സേതുവേട്ടാ, അവസാന നിമിഷമെങ്കിലും വിവാഹം മുടക്കാൻ കഴിഞ്ഞല്ലോ. ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞിട്ടായിരുന്നു സത്യങ്ങളൊക്കെ അറിയുന്നതെങ്കിലോ, സ്നേഹമുള്ള ജീവിതത്തെക്കുറിച്ച് ആലോചിച്ച് ആവലാതിപ്പെടേണ്ട വരത്തില്ലായിരുന്നോ എന്നൊക്കെ കമല പറയുമ്പോൾ അതേക്കുറിച്ച് ചിന്തിക്കുകയാണ് സേതു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക.
കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.